എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു മാസമാണ് ഡിസംബർ. കൂടുതൽ സ്പെഷ്യൽ ആവുന്നത് എൻ്റെയും പൊന്നൂസിൻ്റെയും ബർത്ത്ഡേ വരുന്നതും ഈ മാസമാണ്. ഡിസംബർ ആയാലും ഞങ്ങൾ ഫസ്റ്റ് പോകുന്നത് എറണാകുളം ബ്രോഡ്വേയിൽ ഒരു ചെറിയ പർച്ചേസിങ്ങിന് വേണ്ടിയിട്ടാണ്. സ്ട്രീറ്റ് ഷോപ്പിംഗ് ഒരുപാട് എൻജോയ് ചെയ്യുന്നവരാണ് ഞങ്ങൾ. എന്ന് വെച്ചിട്ട് ഞാനൊരു എക്സ്ട്രാവഗൻസ് ആയിട്ട് ചിലവാക്കുന്ന ആളൊന്നുമല്ല. ചെറിയ എമൗണ്ടിൽ പൊന്നൂസിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ക്യൂട്ട് ഐറ്റംസ് പർച്ചേസ് ചെയ്യാനാണ് ഞങ്ങൾ കൂടുതലും ബ്രോഡ്വേയിലേക്ക് പോകുന്നത്. സീസൺ അടുക്കുന്തോറും അവിടെ തിരക്ക് കൂടും. ഞങ്ങൾ പോയത് നവംബർ 3rd വീക്കിനാണ്. പക്ഷെ ശരിക്കും ഞങ്ങൾ അവിടെ ചെന്ന് കണ്ടപ്പോൾ ഞെട്ടിപ്പോയി. ഇത്രയും ഷോപ്സ് അല്ലെങ്കിൽ ഇത്രയും തിരക്ക് ഞങ്ങൾ പ്രതീക്ഷിച്ചില്ല. ഒരു ക്രിസ്മസ് വൈബ് അപ്പോഴേ ആയിരുന്നു. ഈ വീഡിയോ എടുക്കുന്ന കണ്ടിട്ട് പല ചേട്ടന്മാരെ എന്നെ കളിയാക്കുന്നുണ്ടായിരുന്നു, വ്ളോഗേഴ്സ് എത്തി തുടങ്ങി എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ ഞാൻ എൻ്റെ മെമ്മറീസിന് വേണ്ടി എടുത്തതാണ്. പിന്നെ ഇവിടുത്തെ ഒരു സ്പെഷ്യാലിറ്റിയാണ്, ഏതൊരു സ്റ്റീൽ കടയിൽ പോലും നമുക്ക് ആ ഒരു വൈബ് കിട്ടും. ക്രിസ്മസ് ആയിക്കോട്ടെ, ഓണം, വിഷു, ഏത് ആഘോഷമാണെങ്കിലും നമുക്ക് ഇവിടുത്തെ ഉള്ള എല്ലാ ഷോപ്പുകളിലും ആ ഒരു വൈബായിരിക്കും. പിന്നെ നോർമലി കാണുന്ന ഗ്രീൻ ക്രിസ്മസ് ട്രീനേക്കാളും എനിക്ക് കൂടുതൽ ഇഷ്ടം ഈ ഒരു വൈറ്റ് ഗ്രീൻ കോമ്പിനേഷനിലുള്ള ഒരു ട്രീ ആണ്. അതിനകത്ത് കുറച്ചും കൂടിയും ഡെക്കേഴ്സൊക്കെ ആഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മഞ്ഞ് വീണ ഫീലിൽ നമുക്കൊരു ട്രീ എലിവേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ ചെറിയ ചെറിയ ക്യൂട്ടായിട്ടുള്ള ഐറ്റംസ് ഞങ്ങളും വാങ്ങിയിട്ടോ. പിന്നെ പൊന്നൂസ് കുറച്ച് കവായ് സ്റ്റിക്കേഴ്സ്, ക്ലേ, പിന്നെ കുറച്ച് ബുക്സ് അങ്ങനെയൊക്കെ അവിടെ നിന്ന് സ്ഥിരം വാങ്ങാറുണ്ട്. അപ്പം അങ്ങനെയുള്ള ഐറ്റംസും അവിടെ നിന്ന് വാങ്ങി. പിന്നെ ബ്രോഡ്വേയിൽ മേത്ര ബസാറിൻ്റെ അകത്ത് പണ്ടേ ഫേമസ് ആയിട്ടുള്ള ഒരു ഷോപ്പാണിത്. എല്ലായിടത്തു നിന്നും കിട്ടുന്നതിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഒരു കുറച്ച് സ്പെഷ്യലായിട്ടുള്ള ഐറ്റംസൊക്കെ ഇവിടെ ഉണ്ട്. ഇവരുടെ CK മാത്യു ആൻഡ് സൺസ് എന്നാണ് ഷോപ്പിൻ്റെ പേര്. അപ്പോൾ നോർമലി കാണുന്ന ഷോപ്പുകളിൽ നിന്നും കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഐറ്റംസ് ആയിരിക്കും ഇവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ ക്രിസ്മസിൻ്റെ ഡെക്കോഴ്സൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവർ ഡിസംബർ 1st വീക്കിൽ മുതൽ ഇതൊക്കെ സ്റ്റാർട്ട് ചെയ്യണം. ഇല്ലെങ്കിൽ ലാസ്റ്റ് വീക്കിലേക്കൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ റേറ്റ് ഡിഫറൻസ് ഉണ്ടാവും.